പ്രൈസ് ലോർഡ് ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിനോദവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന തിരുവചനം ആമേ സങ്കീർത്തനങ്ങൾ 46 അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: ദൈവം നമ്മുടെ സംഗീതവും ബലവും ആകും, കഷ്ടങ്ങൾ അവനെ ഏറ്റവും തുണയായിരിക്കും. നോക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. ദാവീദ് തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പറയുവാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും തുണയായിരിക്കുന്ന ദൈവമാണ്. അവൻ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ അകന്നു പോകുമ്പോൾ ആ കഷ്ടങ്ങളിൽ നമുക്ക് സഹിക്കുവാൻ, ആ കഷ്ടങ്ങളെ നമ്മൾ ഹല്ലേലൂയ മറികടക്കുവാൻ ഹല്ലേലൂയ നമുക്ക് ദൈവമാണ് തുണയായിരിക്കുന്നത്. നമ്മെ നന്നായി അറിയുന്ന ദൈവം. ആ കഷ്ടങ്ങളിൽ ദൈവം നമ്മെ വിടുവിക്കുവാൻ ഇടയാകും. എന്നാൽ നമുക്ക് മറ്റൊരു വേദഭാഗം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷക്കാലത്ത് ഞാൻ നിന്നെയും കാക്കും. ഈ വചനം എന്താ പറയുന്നത്? കഷ്ടകാലത്ത് ഭൂമിയിൽ ഒരു കഷ്ടകാലം സംഭവിക്കും, പരീക്ഷകാലം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പരീക്ഷ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ പറയുകയാണ്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാക്കും. പ്രിയപ്പെട്ടവരെ, കഷ്ടം അനുഭവിക്കുന്നവരോട് ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ വചനത്തെ കാത്തുകൊണ്ടതിനാൽ ഹല്ലേലൂയ ഭൂമിയിൽ വസിക്കുന്നവർ, അതായത് ഈ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ട ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു ന്യായവിധി സമയം ഭൂമിയിൽ വരും. ആ സമയത്ത് ദൈവസഭയോട് ദൈവം പറയുകയാണ്, ഈ ഭൂതലത്തിൽ വരുവാനുള്ള വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന ഭൂതലത്തിൽ എങ്ങ് വരുവാനുള്ള പരീക്ഷ കാലം ഉണ്ടാകും. ഒരു ആന്റി ക്രൈസ്റ്റിന്റെ സമയമുണ്ടാകും. എതിർ ക്രിസ്തു ഈ ജനത്തെ ഭരിക്കുന്ന ഒരു സമയമുണ്ടാകും. അന്ന് എതിർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ഇന്ന് ഈ കാലഘട്ടങ്ങളുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ എതിർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ അന്നത്തെ കാലഘട്ടങ്ങളിൽ അവർക്ക് പരീക്ഷ ഉണ്ടാകുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ തൻ്റെ ജനത്തെ കഷ്ടം അനുഭവിക്കാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് ദൈവം പറയുകയാണ്. കഷ്ടം അനുഭവിക്കുവാൻ, ഈ പിശാചിനെ അടിമപ്പെടുത്തുവാൻ എതിർ ക്രിസ്തുവിന്റെ മുദ്ര തൻ്റെ ജനത്തിന് നേരെ മുദ്രയിടപ്പെടാതെ ദൈവം എന്ത് ചെയ്യും? ഈ പരീക്ഷ കാലത്ത് ദൈവം തന്റെ ജനത്തെ കാക്കുമെന്നാണ് പറയുന്നത്. ഈ ദൈവ ജനമായിരിക്കണമെന്നില്ല സഹിഷ്ണുതയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം എന്താ? സഹിഷ്ണുതയെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക, സഹിക്കുക. ഹല്ലേലൂയ സഹിക്കുക എന്ന് പറയും. കർത്താവിന്റെ കാൽവരെ കുറിച്ച് പലരും സഹിച്ചു. ദൈവം സഹിച്ചത് കൊണ്ടാണ് നാം എന്ത് ചെയ്യുക? ദൈവ മക്കളെന്ന് ഹല്ലേലൂയ വിളിക്കപ്പെടുവാൻ നമുക്ക് അർഹതയുണ്ട്. നാം ദൈവമക്കളെന്ന് പറയപ്പെടുവാൻ ദൈവം ചിലത് സഹിച്ചത് കൊണ്ടാ, ദൈവം ചിലത് അനുവദിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ പിതാവ് പുത്രനെ ഹല്ലേലൂയ കഷ്ടങ്ങൾ തികഞ്ഞവനാക്കേണ്ടതിന് ഹല്ലേലൂയ പാപികളായ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്തു? ആ ശത്രുക്കളാലുള്ള വിരോധം സഹിച്ച് ഹല്ലേലൂയ നമ്മെ ദൈവം എന്ത് ചെയ്തു? സ്വന്തം പുത്രികളാക്കി ദൈവം മാറ്റി. ഇവിടെ പറയണം, മഹോദ്രവകാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടം പിശാചിനെ ഭരിക്കുവാനായിട്ട് ഈ ദേശത്തുണ്ടാകും. പക്ഷെ ഈ ദേശം എന്ത് ചെയ്യാ? അന്ന് ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. ആ സഭയിലുള്ള ഞാനും നിങ്ങളും ആ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ മഹോദ്രവ കാലത്ത് ദൈവം നമ്മെ എന്ത് ചെയ്യുക? സുരക്ഷിതമായി കാക്കുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? കഷ്ടങ്ങൾ വരുമ്പോൾ ഈ കഷ്ടങ്ങൾ, ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല പ്രിയപ്പെട്ടു, എന്നാല് ഇനിയും വരുവാനൊരു കഷ്ടമുണ്ട്. അന്ന് പിശാചിന്റെ, അതായത് എതിർ ക്രിസ്തുവിന്റെ മുദ്ര നമ്മുടെ മേൽ വരുമ്പോൾ അവന്റെ അവകാശികളായി നാം മാറും. അവന്റെ മുദ്ര നാം ഏൽക്കാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ ജീവിതം. 2 മുദ്രകളുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ മുദ്ര, ഒന്ന് പിശാചിന്റെ മുദ്ര. എതിർ ക്രിസ്തുവിനും നമ്മൾ എതിർ ക്രിസ്തുവിന്റെ മുദ്രയ്ക്ക് ഓഹരിക്കാരായി. തിരുവചനം കേൾക്കുന്ന ആരും എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ സഹവാസികളായി അവന്റെ അനുകൂലികളായി നാം മാറരുത്. പകരം എന്ത് ചെയ്തോ?
ക്രിസ്തുവിനെ സ്നേഹിക്കണം. ദൈവവചനത്തെ സ്നേഹിച്ചാൽ ഹല്ലേലൂയ ഇന്നത്തെ കഷ്ടങ്ങൾ പോലെ ഇനി വരുവാനൊരു കഷ്ടങ്ങൾ ഉണ്ട്. ആ കഷ്ടങ്ങളെ ദൈവം എന്ത് ചെയ്യുക നമ്മെ സുരക്ഷിതമായി നമ്മളെ നടത്തുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇവിടെ പറയുകയാണ്, ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്, ദൈവം നമ്മുടെ സംഗീതവും ബലം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി. നോക്കുക, ദാവീദിന്റെ ജീവിതത്തില് ദാവീദ് പറയാൻ കഷ്ടം അടുത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് തുണയായ കഷ്ടങ്ങളിൽ എനിക്ക് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ എനിക്ക് തുണയായിരിക്കണമേ എന്ന നിലവിളിയോട് പറയുന്നവരും ദാവീദ് നമുക്ക് കാണുവാൻ കഴിയും. കഷ്ടങ്ങളിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് താഴോട്ട് നമുക്ക് അതുകൊണ്ട് ഭൂമി മാറിപ്പോ നമുക്കറിയാം, ഭൂമി കുലുങ്ങും അല്ലേ? ഭൂമി കുലുങ്ങിയാൽ എന്ത് ചെയ്യാ, സകലതും കീഴോട്ട് പോകാനിടയാം. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴും. ഹല്ലേലൂയ. അതിലെ വെള്ളം ഇരച്ചു നോക്കാം, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴും. നമുക്കറിയാം, ഈ പർവ്വതങ്ങളൊക്കെ പൊട്ടി തകർന്ന് അതെല്ലാം എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പർവ്വതങ്ങളിലേക്ക് വീഴുന്ന ഒരു അനുഭവമുണ്ട്. ആ പർവ്വതം നോക്കാം വെള്ളം ഇരച്ചു കലങ്ങി എന്ത് ചെയ്യുക, നോക്ക ഭൂമി മാറിപ്പോയി പർവ്വതത്തിലേക്ക് വീഴും. ഈ പർവ്വതങ്ങൾ കുലുങ്ങി എന്ത് ചെയ്യുക, സമുദ്രമധ്യേ വീഴും. വീണാലും എന്ന് പറഞ്ഞാൽ വീഴും. അതിലെ വെള്ളം എന്ത് ചെയ്യുക, ഇരച്ചു കലങ്ങിയാലും എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിന് നമുക്കറിയാം, ഒരു സാധനം നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ വെള്ളം എന്ത് ചെയ്യുക, മോളോട്ട് പോകും. അപ്പൊ എന്ത് ചെയ്യുക, ഈ വസ്തുക്കളെല്ലാം എന്ത് ചെയ്യുക, ഈ വെള്ളത്തിലേക്ക് സമുദ്രത്തിലേക്ക് വീഴുമ്പോൾ ആ വെള്ളത്തിന് അതിനകത്ത് ഒതുങ്ങുവാൻ കഴിയത്തില്ല പ്രിയരെ. ആ വെള്ളം ഇരച്ച് എന്ത് ചെയ്യുക, സമുദ്രമധ്യേ അത് കോപം കൊണ്ട് കുലുങ്ങിയാലും അത് ഇരച്ച് കയറും. എങ്ങോട്ടാ? നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളൊക്കെ നാം കണ്ടത് 2018 കടലിലെ വെള്ളങ്ങൾ എന്ത് ചെയ്യുക, ഇരച്ചു കയറി അല്ലെ കരയിലെ കയറി സകലമായ നാശനഷ്ടങ്ങൾ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, അങ്ങ് പലവിധമാകും. ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ, ഈ കരയിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അടിച്ച് തകർത്ത ഒരു വെള്ളപ്പൊക്കത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് ഹല്ലേലൂയ, നമുക്കറിയാം, പർവ്വതങ്ങൾ കുലുങ്ങിയാൽ നാം ഭയപ്പെടുകയും എന്നൊക്കെ പർവ്വതങ്ങൾ കുലുങ്ങും. ഇരച്ചു കലങ്ങി അതിന്റെ കോപം കൊണ്ട് നമുക്കറിയാം, വെള്ളം കരയിലേക്ക് വരുമ്പോൾ മലനിരകളുള്ളവർ മല എന്ത് ചെയ്യുക, അതെല്ലാം ഇടിഞ്ഞ ഉരുൾപൊട്ടൽ ഉണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ഈ പ്രാവശ്യം വയനാട് എന്ന് പറയുന്ന ദേശത്ത് എത്ര കുഞ്ഞുങ്ങളാണ്, അല്ലെ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചു പോയത് പ്രിയപ്പെട്ടവരെ. അവിടെ നിന്നൊക്കെയും ദൈവം നമ്മെ സൂക്ഷിച്ചില്ലേ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സംഗീതങ്ങൾ പറഞ്ഞത് ഹല്ലേലൂയ, ഇതൊക്കെയും ജീവിതം സംഭവിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവില് നമുക്ക് സമുദ്രം പോലെയുള്ള എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തില് ഈ കുലുക്കങ്ങൾ ഉണ്ടാകാം. നാം തകർന്നു പോകുന്ന അനുഭവങ്ങൾ, നമ്മുടെ ചില പ്രതികൂലങ്ങൾ വന്നാൽ ഇനി ഞാൻ വീണ് പോകുമോ, ഞാൻ തകർന്നു പോകുമോ എന്നൊക്കെ ഉള്ള ഹല്ലേലൂയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നാം കുലുങ്ങിപ്പോയേക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇരച്ച് കയറിയേക്കാം. ഹല്ലേലൂയ. ചുറ്റുമുള്ളവരുടെ കോപങ്ങൾ നമ്മുടെ നേരെ പർവ്വതങ്ങളെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർ നമ്മുടെ നേരെ എന്ത് ചെയ്യാം, ചീറ്റി വന്നേക്കാം. എന്നാൽ എന്ത് ചെയ്യുക, അല്ലെ ഇവിടെ പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കഷ്ടങ്ങളിൽ ആരാ, എനിക്ക് ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, അല്ലെ ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്. അതെ, നമുക്ക് ഓടിച്ചെന്നോ ഒരു അഭയ സങ്കേതം, ഓടിച്ചെന്ന് നമുക്കൊരു ആശ്വാസം പറയുക, അല്ലെ ഓടിച്ചെന്ന് ഇരിക്കുക, അല്ലേ ഒന്ന് ആശ്രയം പ്രാപിപ്പാൻ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബലം ക്ഷയിക്കുമ്പോൾ നമുക്കൊരു ബലമായി ഹല്ലേലൂയ കഷ്ടങ്ങൾ ഏറ്റമെടുത്ത തുണയായിരിക്കുന്ന ഒരു കർത്താവ്. ഇത്ര നല്ല ഇത് ഭൂമിയിലെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിച്ചത് ഈ ഭൂമിയിൽ വരുവാനിരിക്കുന്ന കഷ്ടത്തെക്കുറിച്ചാണ്. ദൈവം പറയുകയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനായിരിക്കും. യഹോവ പീഡിന അഭയസ്ഥാനമാണ്. അതേ, ദൈവം പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്നവന് ദൈവം ഒരു അഭയസ്ഥാനമാണ്. ആശ്രയിക്കുവാൻ ഒരു അഭയസ്ഥാനമാണ്. കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവം നല്ല സങ്കേതമാണ്. യഹോവയുടെ നാമമാണ് എന്തിയ സങ്കേതമായ ഒരു ഗോപുരം. നീതിമാൻ അതിലേക്ക് ചെന്നെന്തിയ ഹല്ലേലൂയ അഭയം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര പ്രശ്നങ്ങൾ നമ്മൾ കടന്നു വന്നാലും, പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, നിങ്ങൾ ദൈവത്തിലുള്ള ആശ്രയം വിട്ടു കളയരുത്. നിങ്ങളെ രക്ഷിക്കുന്ന, നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ പ്രയാസങ്ങൾ നിന്നെ കയറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിന്നെ സങ്കേതമായി വെക്കണം. പല വിഷയങ്ങൾ, പല പ്രതികൂലം നമ്മുടെ കടന്നു വരുമ്പോൾ നമ്മൾ മനുഷ്യരെ ആശ്രയിക്കുന്നവരാ. എന്നാൽ അവർ നമ്മെ കൈവിട്ട് കളയും. മനുഷ്യൻ നമ്മെ കൈകെട്ട് കളയും. അല്ലെങ്കിൽ അവർ നമ്മെ എന്ത് ചെയ്യാം, അവർക്ക് സഹായിക്കാൻ കഴിയാവുന്ന പല സാഹചര്യങ്ങളും അവരുടെ ജീവിതം ഉണ്ടെങ്കിലും,
പലപ്പോഴും അവർക്ക് നാം ഒരു ബാധ്യതയായി മാറുമെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ നമ്മെ എന്ത് ചെയ്യാൻ ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങളിൽ അവർ വന്ന് കടന്നിട്ട് അവര് പ്രശ്നകരായി മാറാതിരിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ മുഖത്തേക്ക് നമ്മുടെ നമ്മുടെ മുന്നിൽ നിന്ന് അവരവരുടെ മുഖം മറച്ചു കളയും. എന്നാൽ ദൈവം എന്ത് ചെയ്യുക? മുഖം മറച്ചു കളയും ദൈവമല്ല. ദൈവം നമ്മെ തള്ളിക്കളയുന്ന കർത്താവല്ല. അപ്പനും അമ്മയെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവം. ഞാൻ നിന്നെ കൂടെ ഉണ്ടെന്ന് അളിച്ച് കർത്താവ്. ഭയപ്പെടണേ, നിന്റെ കൂടെ അളിച്ച് കർത്താവ്. പ്രിയപ്പെട്ട ജീവിതത്തിന്റെ ഏത് സാഹചര്യം കൊണ്ട് നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും, ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ കടന്നു വന്നാലും, ശുശ്രൂഷപരമായ കഷ്ടങ്ങൾ അനുഭവിച്ചാലും, ഒന്നുമില്ലായ്മകളിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഒന്നുമില്ലായ്മകളിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതുമുണ്ട്. കഷ്ടങ്ങൾ ചിതിൽ അനുഭവിച്ച് എല്ലാം തകർന്ന് തരിപ്പണമാക്കി ജീവിതത്തിൽ ഒന്നുമില്ലായ്മകളിൽ തിരികെ കൊണ്ടുവരുന്ന ദൈവമുണ്ട്. ഒന്നുമില്ലായ്മകളില് നിന്നെ മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവ് നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ ബലമാണ്. ദൈവം നിങ്ങളുടെ സങ്കേതമാണ്. നിങ്ങളുടെ കഷ്ടങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത്, നിങ്ങൾ ചോദിച്ച് അഭയം പ്രാപിക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ പ്രതികൂല കഷ്ടങ്ങളും പ്രയാസം നിന്നെ നന്നായി അറിയുന്നു. നിന്നെ നിർമ്മിച്ച നിന്നെ നിർമ്മിച്ച നിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മുടെ ഗോപുരമാണ്, ദൈവം നമ്മുടെ സങ്കേതമാണ്. നമ്മുടെ കഷ്ടകാല സമയങ്ങളിൽ നമുക്ക് ഓടിച്ച് അഭയം പ്രാപിക്കാം. നമ്മുടെ സങ്കേതമായ നമ്മുടെ രക്ഷയായ കർത്താവ് നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. ആമേൻ.